നമ്മളെല്ലാവരുടെ വീട്ടിലും കൃഷ്ണവിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഈ കൃഷ്ണവിഗ്രഹം നമ്മൾ കവറിലാണോ സൂക്ഷിക്കുന്നത്? വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ പ്ലാസ്റ്റിക് കവറില് അങ്ങനെ സൂക്ഷിക്കാൻ പാടുണ്ടോ? ഈ കൃഷ്ണവിഗ്രഹം പൊടി പിടിക്കാതിരിക്കാനായിരിക്കും അല്ലേ അങ്ങനെ സൂക്ഷിക്കുന്നത്? പൊടി പിടിച്ചാൽ ദോഷമായി പോകുമോ? അതോ കവറിൽ സൂക്ഷിച്ചാലാണോ ദോഷം? അറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ. നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് പൂർണ്ണത്രയേശന്റെ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. പക്ഷെ ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് ഒന്നും കൂടി വിസ്തരിച്ച് പറയണം തോന്നി. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ ഇന്നലെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാൻ. ആ അനന്തന്റെ ഭണങ്ങൾ ഇങ്ങനെ ചുറ്റി 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 അത് ഒരു ഇരിപ്പിടമാക്കിയിട്ട് അതിലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ 4 തൃക്കൈകളോട് കൂടി. എന്നാൽ കുഞ്ഞുണ്ണികൃഷ്ണന്റെ ഭാവമാണ്. അത്ര കുഞ്ഞുണ്ണികൃഷ്ണനൊന്നും അല്ല കേട്ടോ, ഒരു 10-12 വയസ്സൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഉണ്ണികൃഷ്ണന്റെ ഭാവമാണ്. എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ. കണ്ടാലും കണ്ടാലും നമുക്ക് അങ്ങനെ മതിയാവില്ല തോന്നണം. അത്ര സുന്ദരനായിരുന്നു ഇന്നലെ പൂർണ്ണത്രയേശനെ കാണാനായിട്ട്. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഓടക്കുഴലൂതി നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണനാണ്. ഓടക്കുഴലൂതി നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. അപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. എനിക്കുണ്ടല്ലോ ഇപ്പൊ തോന്നുകയാണെ എല്ലാ മെസ്സേജസും വായിക്കണം എന്ന്. അതിന് നമുക്ക് ഒരു ദിവസം വെക്കണം അല്ലേ? ശരിക്കും ആദ്യത്തെ കമന്റ് മുതൽ അവസാനത്തെ കമന്റ് വരെ ഈ ഹരേ കൃഷ്ണ നാരായണ എന്ന നാമങ്ങൾ എഴുതുന്നവരുടെ പേര് മാത്രം വായിച്ചു പോവുക. ബാക്കി എല്ലാവരുടെ കമന്റും വായിക്കണം എന്ന് തോന്നുക. കാരണം ഓരോന്ന് വായിച്ചാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്നൊന്നും തീരില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്നലത്തെ കുറേ മെസ്സേജസ് വായിച്ചിട്ട് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷെ എല്ലാം കൂടി ഒന്നും ഒരു എപ്പിസോഡിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഞാൻ അത് വിട്ടുപോകും, പിന്നെ അടുത്തേക്ക് പോവുകയും അങ്ങനെ അല്ലാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ഷിബി കെ പി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് വെക്കുന്നത് മുടങ്ങിയാൽ ദോഷമുണ്ടോ എന്നായിരുന്നു ചോദ്യം. പൊട്ടത്തരമാണെങ്കിൽ ക്ഷമിക്കൂ, ഒരു പൊട്ടത്തരവും ഇല്ല. വിളക്ക് വെക്കുന്നത് മുടങ്ങിയ ദോഷമുണ്ടോ ചോദിച്ചാൽ കഴിവതും നമ്മൾ മുടക്കാതിരിക്കാൻ ശ്രമിക്കൂ. പിന്നെ തീരെ നിവർത്തിയില്ല. അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം താമസിക്കുന്ന വീട്ടില് ഹസ്ബൻഡിന് എന്തെങ്കിലും കാരണവശാൽ പോലെയോ വാലായ്മയോ വന്നു, വൈഫിനാണെങ്കിൽ എന്താ പറയുക പീരീഡ്സ് വന്നു, ഈ സമയത്ത് ആരാ വിളക്ക് വെക്കുക? അപ്പൊ ആർക്കും വിളക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ മുടങ്ങി പോവാന്ന് പറഞ്ഞാൽ അത് ദോഷമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എൻ്റെ അവിടെ ഇന്നലെ ആള് കൂടിയ പാമ്പ് ചാവില്ല പറഞ്ഞ പോലെ കുറേ ആൾക്കാരുണ്ടായിട്ട് ആരും വിളക്ക് കൊളുത്തിയില്ല. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. സന്ധ്യക്ക് ഞാൻ വന്നത് 6:45 അന്ന്. ഇപ്പൊ ഇവിടെ അടിയും ബഹളമായിരുന്നു. ആരാ വിളക്ക് കൊളുത്തേണ്ട ആള്, എന്തെന്താ വിളക്ക് കൊളുത്താഞ്ഞെന്നൊക്കെ ചോദിച്ച് കുട്ടികളെ വഴക്ക് പറയലും ചീത്ത പറയലും ഒക്കെ ആയിരുന്നു. അപ്പൊ എൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അമ്മ കറക്റ്റായിട്ട് അത് നോക്കി അവരെ കൊണ്ട് വിളക്ക് കൊളുത്തിപ്പിച്ച് കുറച്ചു നേരം നാമം ജപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നലെ അതൊന്നും സംഭവിച്ചില്ല. അപ്പൊ ഇന്ന് തന്നെ ഈ ചോദ്യം എടുക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയണ്ടേ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ഞാൻ മനസ്സിലേക്ക് എടുക്കാറില്ല. ഗുരുവായൂരപ്പനോട് ക്ഷമ പറഞ്ഞ് വിളക്ക് അപ്പൊ തന്നെ അങ്ങോട്ട് കൊളുത്തി വെക്കുക എന്ന് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമസ്കാരം സേതുക്കുട്ടി, എൻ്റെ പേര് ഹേമ നന്ദകുമാർ. ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം തന്നിട്ടുണ്ട്. എൻ്റെ മോൾ ഉൾപ്പെടെ 5 വർഷം കഴിഞ്ഞാണ് മോൾ ഉണ്ടായത്. അവളിപ്പോൾ 10ൽ പഠിക്കുന്നു. വിദ്യാഗോപാല മന്ത്രം അവൾ ചൊല്ലാറുണ്ട്. എൻ്റെ കൂടെ നാരായണീയം എഴുതുന്നുണ്ട്. ബാണയുദ്ധം വായിക്കാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല. സവിതാൻറ്റി പറഞ്ഞാൽ വായിക്കാം എന്നാണ് പറയുന്നത്. അവൾക്ക് കുട്ടിയെ വലിയ ഇഷ്ടമാണ്. പീലി എന്നാണ് അവളുടെ പേര്. കുട്ടി അവളോട് ബാണയുദ്ധം വായിച്ച് നമസ്കരിക്കാൻ പറയുന്നു. പീലിക്കുട്ടിക്ക് ജീവിതത്തിലെ എല്ലായിടത്തും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുണ്ടോ? അതിപ്പോ ഇന്ന സമയത്ത് എന്നില്ല. ഇപ്പൊ പഠിക്കുന്ന സമയമാണ്, 10ാം ക്ലാസ് ആണ്. അപ്പൊ എല്ലാത്തിലും A+ എന്ന് നമ്മൾ പറയും. ഇത് മാത്രമല്ല കേട്ടോ, +2 ആണെങ്കിൽ അവിടെ A+ കിട്ടണം, ഡിഗ്രിക്കാണെങ്കിൽ നല്ല മാർക്കോട് കൂടി പാസ്സാവണം, അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് ഇഷ്ടമുള്ള വിഷയം ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാൻ സാധിക്കണം. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ചവിട്ടുപടികളാണ് അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടണം.
അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള മോഹമുള്ള ഒരു കാര്യമാണ്. എല്ലാ മാസത്തിലും നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതും കഴിഞ്ഞാൽ നല്ലൊരു കുടുംബിനി ആവണം, നല്ലൊരു ഭാര്യ ആവണം, നല്ലൊരു അമ്മ ആവണം, നല്ലൊരു അമ്മൂമ്മ ആവണം. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ പടിയും നമ്മൾ വളരെ സ്മൂത്തായിട്ട് കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ ആണെങ്കിൽ ഈ ബാണയുദ്ധം എപ്പോഴും കൂടെ കൂട്ടുന്നത് നല്ലതാണ്. ഗുരുവായൂരപ്പൻ്റെ മാത്രമല്ല മമ്മിയൂരപ്പൻ്റെയും സ്പെഷ്യൽ അനുഗ്രഹമുണ്ട് ഈ ബാണയുദ്ധത്തിൻ്റെ അകത്ത് എന്നാ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ബാണയുദ്ധം ചൊല്ലുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ഞാൻ പറഞ്ഞാലേ ചൊല്ലുള്ളൂ പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു ഈ പ്രായത്തിൽ തന്നെ 10ാം ക്ലാസ് പാസ്സായ ആ സമയം മുതൽ ബാണയുദ്ധം ചൊല്ലുന്ന ഒരാളാണ്. മുടങ്ങാതെ ബാണയുദ്ധം ചൊല്ലാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വളരെയധികം ട്രാജഡികളിലൂടെ കടന്നുകൊണ്ടി വന്നു എന്ന് വെച്ചാൽ വളരെ ദുഃഖമൊന്നുമല്ല, ആരെങ്കിലും മരിച്ചു പോവുക അങ്ങനെയുള്ള സന്ദർഭമല്ല. പക്ഷെ ഇനി എന്താ ചെയ്യാന്നറിയാത്ത കുറേ ബുദ്ധിമുട്ടുകൾ വരില്ലേ, ഈ സമയത്തും ബാണയുദ്ധം ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ മുമ്പിലും വല്ലാതെ തോറ്റു പോവാതിരിക്കാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണേ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾ കാണുന്ന സവിതയായത് ഈ ബാണയുദ്ധത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാണയുദ്ധം എന്ന് പറയുന്നത് ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് പീലിക്കുട്ടി അത് ചൊല്ലാത്തത്? അപ്പൊ എന്തായാലും ചൊല്ലിക്കോളൂ. അമ്മ പറഞ്ഞാലാണ് ലോകത്ത് ആര് പറഞ്ഞതനുസരിച്ചില്ലെങ്കിലും അമ്മ പറഞ്ഞതനുസരിക്കണം, അത് നിർബന്ധമാണ്. കാരണം അമ്മയോളം നമ്മളെ സ്നേഹിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എന്നാ പറയാം. അമ്മയില്ലാത്ത ആളുകൾ എന്താ പറയണ്ടേന്നറിയോ? ആദി പരാശക്തിയെ അമ്മയായി കാണുക വേണ്ടത്. അമ്മ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയാ, നമ്മുടെ ഞാനിങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇപ്പോഴത്തെ ഓരോ ന്യൂസൊക്കെ കാണുമ്പോൾ 1.5 വയസ്സുകാരൻ്റെ മരണം കഴിഞ്ഞിട്ട് അധികം കാലമൊന്നും ആയില്ല അല്ലേ? പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പണ്ട് കാലം മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലെ നമ്മുടെയൊക്കെ അമ്മമാരെ എടുത്തു നോക്കിയാൽ അവർക്ക് എങ്ങനെ പോയാലും മക്കൾ എന്ന് പറയുമ്പോൾ ഒന്ന് ചേർത്ത് നിർത്തലുണ്ട് ഇല്ലേ? അപ്പൊ ആ അമ്മ പറഞ്ഞാൽ എന്തായാലും കേൾക്കണം. ഞാനും കൂടി പറഞ്ഞിട്ടുണ്ട്, പാടാ ഇത് എന്തായാലും ചൊല്ലൂ കേട്ടോ. അടുത്തതായിട്ട് അനുഭവമാണ് കേട്ടോ. പ്രസന്ന ചേച്ചിയാണോ പറഞ്ഞിരിക്കണേ? എനിക്ക് പേര് മറക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോളെ മെയ് 4-ാം തീയതി ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ വന്നിരുന്നു. അന്ന് രാത്രി അമ്മ കട്ടിലിൽ നിന്ന് വീണു. അമ്മയ്ക്ക് 90 വയസ്സുണ്ട്. അമ്മ വീണു എന്നറിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് നടക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു. ഹിപ്പ് ബോൺ പൊട്ടിയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 30 ദിവസം ആയപ്പോഴേക്കും അമ്മ നടന്നു തുടങ്ങി. ഗുരുവായൂരപ്പൻ അനുഗ്രഹം, തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ അനുഗ്രഹമാണ്. ആ പ്രായത്തിലൊക്കെ വീണു എല്ല് പൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കണ്ട. അത് ചേച്ചിയെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ് കേട്ടോ, ഒരു സംശയവും ഇല്ല. എങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൊണ്ട് നടത്തുന്നത് നമ്മളെ. അടുത്തതായിട്ട് ഷീല രാമചന്ദ്രൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നാരായണീയം വാങ്ങിയിട്ട് ഒന്ന് അയച്ചു തരുമോ, ഞാൻ അഡ്രസ്സ് അയച്ചു തരാമെന്ന്. തീർച്ചയായിട്ടും അയച്ചു തരാം. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഒരു മാസത്തെ എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് കുറേ നാരായണീയം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും അയച്ചു തന്നാലോ എന്ന്. പക്ഷെ അതിലെനിക്കൊരു ചെറിയ പാപം കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ കിട്ടുന്ന നാരായണീയം വായിച്ചില്ല വെച്ചാൽ, ആ പുസ്തകത്തിന് പട്ടിണിക്ക് ഇടുകയാണെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യുന്ന പാപമായി മാറും. അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുള്ളവർക്കൊക്കെ ഞാൻ നാരായണീയം അയച്ചു തരാം കേട്ടോ. എനിക്ക് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് ഞാൻ എന്നാ കാണുമെന്ന് ചോദിക്കരുത്, എന്തെങ്കിലും ഞാൻ കാണും. അടുത്തതായിട്ട് പത്മജ ദാസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, എൻ്റെ കാലിന് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഭഗവാന്റെ നാമം ചൊല്ലാറുണ്ട്, അതിന് വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം, നല്ല കാര്യമല്ലേ. നാമം ചൊല്ലാൻ വേണ്ടി ഭഗവാൻ നമ്മളെ ഒന്ന് റെസ്റ്റ് എടുപ്പിച്ചതാണെന്ന് വിചാരിച്ച് ധൈര്യമായിട്ട് നാമം ചൊല്ലിക്കോളൂ. ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്ത് തന്നെ വന്നിരുന്ന് കാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ആ പ്ലാസ്റ്ററിൻ്റെ ഉള്ളിലൊന്ന് കുത്തി നോക്കുകയൊക്കെ ചെയ്യും നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് അയ്യോ ഒന്ന് വേദനിക്കണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ ഉണ്ണികൃഷ്ണൻ അടുത്ത് വന്നിരുന്നിട്ട് ഓക്കെ അല്ലേ എന്ന് നോക്കാൻ വേണ്ടി വന്നതാന്ന് പറയണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് സുനിത ദിനേശ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, സവിത എനിക്ക് നാരായണീയം ചൊല്ലാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ രാവിലെ വിളക്ക് വെച്ച് നാരായണീയം കേൾക്കും. വളരെ നല്ല കാര്യം. ശ്രവണം, കീർത്തനം, വിഷ്ണുർ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മസമർപ്പണം എന്ന നവവിധ ഭക്തിഭാവങ്ങളിൽ ഏറ്റവും ആദ്യത്തത് ശ്രവണമാണ്. ശ്രവിച്ചുകൊണ്ട്, അതായത് ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേട്ട് 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 ആ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും നല്ല കാര്യം. അടുത്തതായിട്ട് സവിത നമസ്കാരം, എനിക്ക് കിഡ്നിയിൽ കല്ലുണ്ട്, 2 കിഡ്നിയിലും മരുന്ന് കഴിച്ചിട്ട് കുറവില്ല എന്നാണ് പറയണത്. കിഡ്നി സ്റ്റോണിന് എന്താ ചെയ്യേണ്ടതെന്നാണ് പ്രിയദർശിനി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ കേട്ടോ, വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ചേച്ചി, രാത്രി 9 മണിക്ക് വിളക്ക് വയ്ക്കാൻ പാടുമോ? ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും, അപ്പം ഞാൻ എന്താ ചെയ്യാന്ന്.
വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചോളൂ കൂട്ടി. തമസോമ ജ്യോതിർഗമയ എന്നല്ലേ പറയാ. ഏത് സമയത്ത് ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് വരേണ്ടതാണ്. അത് ഏത് സമയത്താണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. നേരവും കാലവും ഒന്നും നോക്കാനില്ല ഗുരുവായൂരപ്പനെ വിളിക്കാൻ. ഏത് സമയത്തും വിളിക്കാം, ഏത് സമയത്തും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ശുദ്ധമായിട്ടിരിക്കണം. എല്ലാ സമയത്തും നിങ്ങൾക്ക് എല്ലാ എന്താ പറയാ ആത്മീയ ഗ്രന്ഥങ്ങളും കൈകാര്യം ചെയ്യാനും സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് സൗമ്യ ആനന്ദ് കൃഷ്ണ എന്നാണോ? സൗമ്യ ആൻഡ് കൃഷ്ണ. ഓക്കെ, സൗമ്യ ആൻഡ് കൃഷ്ണ എന്ന ഐഡിയയിൽ നിന്നാണ്. സവിത, എൻ്റെ വീട്ടിൽ കൃഷ്ണ വിഗ്രഹമുണ്ട്. അത് വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് കവറിൽ സീൽഡ് ആക്കിയിട്ടായിരുന്നു. 1 വർഷമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് കവർ മാറ്റേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാറ്റിയില്ലെങ്കിൽ ദോഷമുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. അങ്ങനെ ദോഷത്തിൻ്റെ ഒന്നുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കൃഷ്ണ വിഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉണ്ണികൃഷ്ണനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. നമുക്കതല്ലാതെ ശ്യാമള കോമളവർണ്ണൻ നേരിട്ട് നമ്മുടെ അടുത്തേക്ക് വരണമെന്നില്ല. നമ്മൾ ഈ ഒരു ഫോട്ടോസിലൂടെയോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലൂടെയോ ഒക്കെയാണ് നമ്മളുടെ ഉണ്ണികൃഷ്ണനെ അനുഭവിച്ചറിയുന്നത്. അപ്പൊ ആ ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യമുള്ള അത്തരം എന്താ പറയാ ബിംബങ്ങള് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും കവറിൽ മൂടി കെട്ടി വെച്ച് നമ്മുടെ തലയിൽ ഒരു കവർ ഇട്ടാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ സഫോക്കേറ്റ് ചെയ്യില്ലേ വല്ലാതെ? അതേപോലെ ഇരിക്കും. അപ്പൊ നമ്മൾ പൊടിയാവണ്ട എന്നുള്ള നല്ല ഉദ്ദേശം വെച്ചിട്ടാണ്. പക്ഷെ എനിക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത സങ്കടം വരും. എന്തിനാ ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ മൂടി വെച്ചിരിക്കണേന്ന് തോന്നാറുണ്ട്. അത് എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം ചിലപ്പോൾ. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറയണ്ടേ. അപ്പൊ ഞാൻ പറയുന്നു, ആ ട്രാൻസ്പെറൻറ്റ് കവർ മാറ്റിക്കോളൂ. പൊടിയായാൽ ആയിക്കോട്ടെ, നമുക്ക് തുടച്ച് വൃത്തിയാക്കാലോ. നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫേഷ്യൽ ടിഷ്യൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെറ്റ് വൈപ്സ് ഉപയോഗിച്ചിട്ടോ ഭഗവാന്റെ വിഗ്രഹം തുടയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല പറഞ്ഞില്ലേ. അതേപോലെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് തുടയ്ക്കാനുള്ള മടിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് കവറിലാണെങ്കിലും ആക്കി വെക്കുന്നത്. അങ്ങനെ ചെയ്യണ്ടാന്നേ, അത് എടുത്തു മാറ്റുന്നതല്ലേ നല്ലത്. അടുത്തതായിട്ട് മല്ലിയും മുളകും എന്ന ഐഡിയയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭഗവാന് തുളസിമാല കെട്ടി ചാർത്താറുണ്ട്, അങ്ങനെ ചെയ്യാമോ? ആ മാല മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മാല മാറ്റേണ്ടത്? ഓരോ ദിവസവും മാല കെട്ടി ചാർത്തുന്നവരാണെങ്കിൽ അതാത് ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് അതെടുത്ത് മാറ്റി തന്നെ വേണം. അത് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, വാടി കഴിഞ്ഞതല്ലേ, അത് നമ്മൾ ഭഗവാൻ ഉപയോഗിച്ച് കഴിഞ്ഞ നിർമ്മാല്യമാണ്. വേണമെങ്കിൽ നമുക്കതിന്ന് 2 എടുത്ത് നമ്മുടെ തലയിൽ ചൂടാം. പക്ഷെ പിന്നീട് അത് ഭഗവാന് സമർപ്പിക്കേണ്ട മാലയിലേക്ക് കലർത്താതെ തൊടാതെ അതെടുത്ത് മാറ്റാവുന്നതാണ്, കളയാവുന്നതാണ്. പുതിയ മാല ചാർത്തുക. പിന്നെ ഇടയ്ക്കൊക്കെ മാല ചാർത്തുന്നുള്ളൂ എന്ന് വെച്ചാലും വാടിയത്, ഇപ്പം നമ്മുടെ തലയിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ മുല്ലപ്പൂ വെച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂ വാടും. അത് അന്നത്തെ ദിവസം തന്നെ വാടും ഇല്ലേ. വാടിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അത് തന്നെ വെച്ചുകൊണ്ടിരിക്കും. നമ്മളതെടുത്ത് മാറ്റില്ലേ, അതേപോലെ എടുത്ത് മാറ്റാം കേട്ടോ. അനുസുധി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, കഴിഞ്ഞ ദിവസം തുളസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇതിൽ ഏത് തുളസിയാണ് കണ്ണനെ പൂജിക്കാൻ എടുക്കാറുള്ളത്? കരിതുളസി, വെളുത്ത തുളസി, രാമതുളസി എന്നിവയാണ് എൻ്റെ വീട്ടിലുള്ളത്. രാമതുളസി അങ്ങനെ ഉപയോഗിക്കണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കരിതുളസി, വെളുത്ത തുളസി ഒക്കെ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് കേട്ടോ. അടുത്തതായിട്ട് സിന്ധു ദേവി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഇത് വായിക്കണേ. ഞാൻ കഴിഞ്ഞ മാസം ഗുരുവായൂർ പോയപ്പോൾ നാരായണീയം, ഭഗവത്ഗീത തുടങ്ങിയ കുറച്ച് ബുക്ക് ഒരു സഞ്ചിയിൽ കരുതിയിരുന്നു. ചുറ്റമ്പലത്തിൽ അയ്യപ്പസ്വാമിക്ക് മുന്നേ ഒരു വെണ്ണകൃഷ്ണൻ തൂണിലുണ്ട്. അവിടെ തൊഴുതപ്പോൾ മുഖം മാലകൾ കൊണ്ട് മറഞ്ഞു. പിന്നെ പേപ്പർ മാലയിലെ അറ്റം ഭഗവാന്റെ മുഖത്ത് കുത്തുന്നുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒതുക്കി വെക്കുന്ന സമയത്ത് കയ്യിലെ സഞ്ചി ഭഗവാന്റെ തൃക്കാക്കൽ വെച്ച് മറന്നു. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് ഓർമ്മ വന്നില്ല. എനിക്ക് ഭയങ്കര വിഷമായി. എൻ്റെ അശ്രദ്ധ കൊണ്ട് പോയല്ലോ. അതെനിക്ക് എത്രയും പ്രിയപ്പെട്ടതായിരുന്നു. ഞാൻ അന്ന് പോയ സ്ഥലത്ത് അന്വേഷിച്ചു. ഈ സ്ഥലം ഞാൻ മറന്നുപോയി. വൈകിട്ട് തിരിച്ചു പോരാൻ നേരത്ത് ഒന്നുകൂടി ഭഗവാനെ കാണാൻ കൊടിമരം ചുറ്റി വന്ന് പരിഭവം പറഞ്ഞപ്പോൾ എൻ്റെ സഞ്ചി മാത്രം ഭഗവാന്റെ അടുത്ത് കണ്ടു. ഞാൻ സമർപ്പിച്ച വെണ്ണ കണ്ടില്ല. മറ്റെല്ലാം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു അത് ഗുരുവായൂരപ്പൻ ഇഷ്ടത്തോടെ എടുത്തതാണെന്ന്. സവിത, ഇതിന് മറുപടി തരാമോ? ഞാൻ മറുപടി പറഞ്ഞാലാണോ ചേച്ചി ഇത് വിശ്വസിക്കുക? നമ്മുടെ ഉണ്ണികൃഷ്ണന് കൊടുത്തൊരു സാധനം തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ സ്വീകരിക്കില്ലേ? സന്തോഷപൂർവ്വം സ്വീകരിക്കില്ലേ? നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനേകം പേരുടെ ഒരു എന്താ പറയാ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു സംശയമാണ്, നമ്മൾ കൊടുക്കുന്ന വഴിപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഉണ്ണികൃഷ്ണൻ സ്വീകരിക്കുന്നു, അതിൻ്റെ അപ്പുറത്തൊക്കെ എന്ത് ചെയ്യണു നമ്മൾ നോക്കുകയേ ചെയ്യരുത്. ഞാനിതാ ഗുരുവായൂരപ്പനെ ഒരു ബുക്കും പേനയും കൊണ്ടുപോയി സമർപ്പിച്ചു വിചാരിക്കുക. ആ സമയത്ത്
ഉണ്ണികൃഷ്ണൻ ഈ പുസ്തകവും പേനയും ഉപയോഗിച്ച് എന്തെങ്കിലും എഴുതുകയും വരയ്ക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ പുസ്തകവും പേനയും കൈകൊണ്ടെടുത്ത എന്ന ഒരു ഭാവത്തിൽ ഇത് കയ്യിൽ പിടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലാതെ അതെടുത്ത് അപ്പം തന്നെ അവരപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, ഇങ്ങനെയുള്ള ചിന്തകളേ പാടില്ല കേട്ടോ. ഉണ്ണികൃഷ്ണൻ എന്ത് കൊടുത്താലും സ്വീകരിച്ചു. അത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ഭഗവാൻ സ്വീകരിക്കാണ്ടിരിക്കില്ലന്നേ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ വഴിപാട് മറന്നു പോവുക, നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പൊ എന്താ വെച്ചാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല എന്നപ്പ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ? കൊണ്ടുപോയി സമർപ്പിച്ചു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടില്ല, ഉണ്ണികൃഷ്ണൻ എടുത്തുകൊണ്ടുപോയി. ഉണ്ണികൃഷ്ണന് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ വേണ്ട സമർപ്പിച്ചേ. അപ്പൊ ഭഗവാൻ സ്വീകരിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം കേട്ടോ. അടുത്തതായിട്ട് പേരറിയില്ല, സ്വാനന്ദ് കോമളൻ അങ്ങനെ എന്തോ ആണ് കേട്ടോ കാണാനുള്ള സഹിത. എൻ്റെ മകൾ 3 വർഷമായിട്ട് ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. 9 വയസ്സുള്ള ഒരു മകളുണ്ട്. അവളുടെ ഭർത്താവ് കുഞ്ഞിനെ പോലും കാണുകയോ വിളിക്കുകയോ ചെയ്യുന്നില്ല. അവർ മൂവരും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടം വഴിപാടിലെ രാസക്രീഡ എന്ന കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കുകയാണ് വേണ്ടത്. ഈ രാസക്രീഡ എന്ന കൃഷ്ണനാട്ടം കളി കന്യകമാരുടെ ശ്രേയസ്സിന്, ദാമ്പത്യ കലഹം കൂടാതെ ജീവിക്കാൻ എന്നുള്ള ആ ഒരു ഉത്തമമായ ഫലശ്രുതിയാണ് അതിനുള്ളത്. ഇനി ഇത് ഇപ്പോ ഇല്ല കേട്ടോ. സെപ്റ്റംബർ 1-ാം തീയതി മാത്രമാണ് ഇനി തുടങ്ങുള്ളൂ. ഓഗസ്റ്റ് 31-ാം തീയതി വരെ ഇത് കൃഷ്ണനാട്ടം കളി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ല. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഇല്ലാത്തതാണ് കളി. അപ്പൊ സെപ്റ്റംബർ 1-ന് തുടങ്ങിയിട്ട് ഏത് ദിവസങ്ങളിലാണോ രാസക്രീഡ എന്ന കൃഷ്ണനാട്ടം കളി വരുന്നത് ആ ദിവസം നോക്കി ബുക്ക് ചെയ്ത് വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി വരാൻ സാധിച്ചില്ലെങ്കിലും ബുക്ക് ചെയ്താൽ നിങ്ങളുടെ പേരിലൂടെ കൃഷ്ണനാട്ടം കളി നടക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് ഇപ്പോൾ പെട്ടെന്ന് 3000 രൂപയാണ് ഈ കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാൻ വേണ്ടത്. പെട്ടെന്ന് നിങ്ങൾക്ക് ഷീട്ടാക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും നാരായണീയത്തിലെ 65-ാമത്തെ ദശകം മുതൽ 69-ാമത്തെ ദശകം വരെ ചൊല്ലി നമസ്കരിച്ചോളൂ. നിവർത്തി പരേയം പഞ്ചദശകം എന്ന ആ 5 ദശകത്തിന് ഇതേ ഫലശ്രുതി തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ. നമസ്കാരം സവിത, ഞാൻ ശ്രീവിദ്യ. സവിത വഴി ഞാൻ ഗുരുവായൂരപ്പനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. മാസം തോറും ഭഗവാനെ വന്ന് കാണാൻ അനുവദിക്കാറുണ്ട് ഭഗവാൻ. പ്രശ്നങ്ങളും പ്രാരബ്ധങ്ങളും ഒക്കെ ഉണ്ട്, എന്നാലും എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരുന്നുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ സമീപം കാണുന്നതാണോ രുദ്രതീർത്ഥക്കുളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല കേട്ടോ, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ സമീപത്ത് കാണുന്ന കുളം ഒരു കരുതൽ കുളമാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി രുദ്രതീർത്ഥക്കുളത്തിന് സംഭവിച്ചാൽ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ സമീപത്തിലുള്ള കുളത്തിലാണ് ഇവിടുത്തെ മേൽശാന്തി, ഓദിക്കന്മാരും കീഴ്ശാന്തിക്കാരും ഒക്കെ ശുദ്ധമായിട്ട് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുളം. ഇനി ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു അശുദ്ധി സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ മനുഷ്യർ തന്നെ ഒരുപാട് പേര് അവിടെ വീണ് മരിച്ചുപോയവരുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ അവിടെ വീണ് മരിച്ചു പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുളം അശുദ്ധിയായി എന്നാണ് പറയുക. ഈ കുളം അശുദ്ധിയായ സമയത്ത് ഇപ്പുറത്ത് പട്ടരികുളം എന്നാണ് ഈ ഏരിയയിലൊക്കെ അത് അറിയപ്പെടുക, ഗുരുവായൂർ അറിയപ്പെടുക. ഈ പട്ടരികുളത്തിലാണ് കുളിച്ച് അങ്ങോട്ട് പോവാറുള്ളത് കേട്ടോ. കുളം പിന്നെ ക്ഷേത്രക്കുളം എന്താണോ അശുദ്ധമാക്കപ്പെട്ടത് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം പുണ്യാഹം ചെയ്താൽ മാത്രമേ കുളം ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. ഈ കുളം ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ ഓയ്ക്കന്മാർക്കും മേൽശാന്തിക്കും ഒക്കെ അവിടെ കുളിച്ച് ശുദ്ധമാവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു കരുതൽ കുളം. ഇനി രുദ്രതീർത്ഥക്കുളം എവിടെയാണെന്ന് ചോദിച്ചാൽ ഭഗവതികേട്ടിന്റെ തൊട്ടടുത്ത് കാണുന്നത് അതാണ് രുദ്രതീർത്ഥക്കുളം. നമ്മൾ ഗുരുവായൂർ അടിച്ചു കൊടുത്താൽ ഏറ്റവും ആദ്യം കാണുമല്ലോ, കുളത്തിന്റെ ആ ഭാഗമാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. നടുവിലായിട്ട് കാളിയമർദ്ദന രൂപത്തിലുള്ള ഉണ്ണികൃഷ്ണനുള്ള നല്ല കുളം, വലിയ കുളം, അതാണ് രുദ്രതീർത്ഥക്കുളം കേട്ടോ. അടുത്തതായിട്ട് സവിത ഒരു കാര്യം പറഞ്ഞില്ല, എലി മുറിച്ച നാരായണീയം ബുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല എന്ന്. അത് കത്തിച്ച് കളഞ്ഞോളൂ കേട്ടോ. അടുത്തതായിട്ട് ഓക്കെ, സുനിത ഷൺമുഖൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത മരപ്രഭുവിനെ കുറിച്ചൊന്ന് പറയുമോ? ഇതുവരെയും പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ വീഡിയോസിൽ ആദ്യകാലങ്ങളിൽ സ്ഥിരമായിട്ട് പറയാറുള്ളതായിരുന്നു കേട്ടോ മരപ്രഭുവിനെ കുറിച്ച്. ഇന്നൊന്നുകൂടി ഓർമ്മിക്കാം. ഒരുപാട് കാലമായിട്ട് നമ്മൾ ആ കഥ അനുസ്മരിച്ചിട്ടില്ലല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പണ്ട് കാലത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും സഹസ്രനാമം കൊണ്ടാണ് ശ്രീ ഗുരുവായൂരപ്പനെ സ്തുതിക്കാറുള്ളത്. അത് പൂന്താനമാണ് എന്ന് പറയുന്നവരുമുണ്ട്, പൂന്താനമല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഞാൻ പൂന്താനമാണ് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും അദ്ദേഹം ഒരുപാട് കാലം സഹസ്രനാമം ചൊല്ലി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ അദ്ദേഹം ഈ പത്മനാഭോ അമരപ്രഭോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ സഹസ്രനാമത്തിൽ. ആ ഭാഗത്ത് എത്തിയപ്പോൾ പത്മനാഭോ മരപ്രഭോ എന്നാണ് പറഞ്ഞത്. അമരപ്രഭോ എന്നുള്ളതിന് പകരം മരപ്രഭോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട സമയത്ത് മേൽപ്പത്തൂര് അവിടെ ഉണ്ടായിരുന്നു. മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി ഏതാണ്ട് 25 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള സംസ്കൃത പണ്ഡിതനായിട്ടുള്ള മേൽപ്പത്തൂര് അവിടെ ഉണ്ടായിരുന്നു. ഈ സഹസ്രനാമം ചൊല്ലിയിരുന്ന നമ്പൂതിരിക്ക് ഏതാണ്ട് 60-ലധികം പ്രായം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പ്രായമുള്ള ആളായിരുന്നു അദ്ദേഹം. അവിടെ ഇരുന്ന് ഈ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് ഈ കേട്ട് നിന്ന് മേൽപ്പത്തൂരിന് തോന്നി അയ്യോ, പത്മനാഭോ മരപ്രഭു എന്നല്ലല്ലോ, പത്മനാഭോ അമരപ്രഭു എന്നല്ലേ. പക്ഷെ അദ്ദേഹത്തിനോട് ഉറക്കെ വിളിച്ച് താങ്കൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ പാടില്ല. കാരണം 25 വയസ്സിലായിട്ടുള്ളൂ, ചെറുപ്പക്കാരനല്ലേ. അപ്പൊ ഇദ്ദേഹത്തിന് ബഹുമാനമുള്ളൊരു ബ്രാഹ്മണനാണ് ഇനും മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ചു തെറ്റ് തിരുത്തി കൊടുക്കാതിരിക്കാനും അദ്ദേഹത്തിന് തോന്നിയില്ല, മനസ്സ് വന്നില്ല. അപ്പൊ അദ്ദേഹം കാട് കാട് എന്ന് പറഞ്ഞു. കാട് കാട് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാട് കാട് പത്മനാഭോ അമരപ്രഭോ എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ഈ ജപിച്ചുകൊണ്ടിരുന്ന പൂന്താനത്തിന് വളരെയധികം സങ്കടം വന്നു. കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് പത്മനാഭോ മരപ്രഭോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്മനാഭോ അമരപ്രഭോ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനോവിഷമം എന്താണെങ്കിൽ, അമരപ്രഭുവായ എൻ്റെ ഉണ്ണികൃഷ്ണനെ ഞാൻ എത്ര കാലമായി വെറും മരപ്രഭോ മരപ്രഭോ എന്ന് പറയുന്നു. അപ്പൊ ഇത്ര വലിയ തെറ്റ് ഇത്ര കാലമായിട്ട് ഞാൻ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ ആശയം അല്ലെങ്കിൽ വിഷമം. അദ്ദേഹം അതുകൊണ്ട് തന്നെ കരയാൻ തുടങ്ങി. എന്നാൽ ഈ പൂന്താനത്തിനോട് ദേഷ്യമുള്ള അനേകം മറ്റ് എന്താ പറയാ നമ്പൂതിരിമാർ ഇവിടെ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെങ്കിൽ ഇദ്ദേഹം കഥ പറയാനും സപ്താഹം നടത്താനും ഒക്കെ തുടങ്ങിയാൽ എവിടെ നിന്നില്ലാത്ത ഭക്തജനങ്ങൾ ഒഴുകിയെത്തുക പറയില്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള നർമ്മം കലർത്തിയ ദിവസേന നമ്മുടെ ജീവിതത്തിനോട് ചേർത്ത് നിർത്താൻ സാധിക്കുന്ന തരത്തിൽ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രത്യേക കഴിവായിരുന്നു ഈ ഒരു പൂന്താനത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ പൂന്താനത്തിന്റെ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള വർണ്ണന കേൾക്കാൻ അനേകം ഭക്തര് അദ്ദേഹത്തിന്റെ മുമ്പിൽ തടിച്ചുകൂടുമായിരുന്നു. ഈ ഒരു കാരണത്താൽ തന്നെ കുറച്ച് പാണ്ഡിത്യമൊക്കെ ഉള്ള, എന്നാൽ അധികം പാണ്ഡിത്യമൊന്നും ഇദ്ദേഹത്തിന് ഇല്ല കേട്ടോ. പൂന്താനത്തിന് സംസ്കൃതത്തില് വലിയ പാണ്ഡിത്യം ഇല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയില്ല എന്നോ അദ്ദേഹത്തിന് സംസ്കൃതം ഒട്ടും അറിയില്ല എന്നോ ഒന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പണ്ട് കാലത്ത്, ഇപ്പോഴൊക്കെ നമ്മുടെ ആൾക്കാരുടെ ഈ എഡ്യൂക്കേഷൻ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ചെയ്ത ആൾക്കാർക്ക്, ഹയർ എഡ്യൂക്കേഷനുള്ള ആൾക്കാരെയല്ലേ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് പറയുള്ളൂ. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരെയോ +2 കഴിഞ്ഞവരെയോ ഡിഗ്രി കഴിഞ്ഞവരെ പോലും നമ്മളിപ്പോൾ വലിയൊരു എഡ്യൂക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതേമാതിരി അന്നത്തെ കാലത്ത് സംസ്കൃതം വ്യാകരണവും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ഒരു ഗഹനമായ അറിവുള്ളവരെയാണ് വലിയ പണ്ഡിതന്മാരായിട്ട് കണക്കാക്കാറുള്ളത്. അത്തരം പണ്ഡിതന്മാർ ഭാഗവതം വായിക്കുമ്പോൾ ഇല്ലാതിരുന്ന ഒരു ക്രൗഡാണ് സാധാരണ, ഇപ്പോൾ ഒരു ഡിഗ്രി വിദ്യാഭ്യാസം മാത്രം ഉണ്ടെന്ന് പറയുന്ന പോലെ സാധാരണ അറിവ് മാത്രമുള്ള പൂന്താനത്തിന്റെ മുമ്പിൽ തടിച്ചുകൂടിയിരുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭക്തിരസം കലർന്ന എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ ഒരു പണ്ഡിതരെന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന അവർക്ക് അത് സഹിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇത്ര വലിയൊരു അറിവുള്ള മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് ചെയ്തോ എന്നുള്ള ഭാവത്തിൽ അവരൊക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഈ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ മേൽപ്പത്തൂരിന് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല് വരികയും ചെയ്തു. ഇദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കണില്ല. എൻ്റെ ഭഗവാനെ ഞാൻ മരപ്രഭുവാക്കി കളഞ്ഞല്ലോ എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. ആ സമയത്ത് ശ്രീലകത്ത് നിന്ന് ഒരു അശരീരി കേൾക്കാനിടയായി ഇത്രേ, മരപ്രഭുവും അമരപ്രഭുവും ഞാൻ തന്നെയാണ് എന്ന്. സംശയമില്ലല്ലോ, മരങ്ങളുടെ രാജാവാണെങ്കിലും അത് ഞാൻ തന്നെയാണ്, അമരപ്രഭു എന്ന് വിശേഷിപ്പിക്കുന്നതും എന്നെ തന്നെയാണ് എന്ന് ശ്രീ ഗുരുവായൂരപ്പൻ പറഞ്ഞതായിട്ട് ഒരു അശരീരി കേട്ടു. ഈ അശരീരി കേട്ടപ്പോൾ പൂന്താനത്തിന് സന്തോഷമായി, ആശ്വാസമായി. ഒപ്പം മേൽപ്പത്തൂരിനും അതേ ആശ്വാസം ഉണ്ടായി കേട്ടോ. ഇന്ന് കാണുന്ന ഭക്തരൊക്കെ പറയാ പൂന്താനത്തിന് കളിയാക്കിക്കൊണ്ട് മേൽപ്പത്തൂര് പറയാനിടയായിരുന്നു. അപ്പോൾ മേൽപ്പത്തൂരിന്റെ ആ ഒരു കളിയാക്കല് സഹിക്കാൻ വയ്യാതെ ഭഗവാൻ മേൽപ്പത്തൂരിനെ ശാസിച്ചു എന്നാണ്. ഒരിക്കലും അങ്ങനെ അനുസ്മരിക്കരുതെന്ന് ആചാര്യൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പൂന്താനവും മേൽപ്പത്തൂരും സമകാലീനരായിരുന്നു. എന്നാലും ഏജിന് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. പൂന്താനത്തിനായിരുന്നു പ്രായം കൂടുക. ഈ പൂന്താനത്തിന്റെ കൂടി വാചകങ്ങൾ കേൾക്കാൻ ഇടയായതുകൊണ്ടാണ്
നാരായണീയം എന്ന ഈ കാവ്യം എഴുതി സമർപ്പിച്ചത് എന്നുകൂടി പറയാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ തൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എന്താണോ അത് ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ എന്ന് പൂന്താനം എപ്പോഴും പറയാറുണ്ട്. ഈ ഒരു വാചകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രേ തൻ്റെ കയ്യിലുള്ള കവിത്വം എന്ന ആ ഒരു അനുഗ്രഹീത കഴിവിനെ കൊണ്ട് നാരായണീയം എന്ന ഒരു കാവ്യം രചിക്കാൻ തീരുമാനിച്ചത് മേൽപ്പത്തൂര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുസ്ഥാനത്ത് കാണുന്ന എല്ലാവരുടെയും കൂട്ടത്തിലും പൂന്താനവും കൂടി ഉണ്ടായിരുന്നു മേൽപ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഒരിക്കലും അദ്ദേഹം ഈ മേൽപ്പത്തൂരിനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുകയേയില്ല. ഇത് നാരായണീയം കഥ പറയുമ്പോൾ അനേക സന്ദർഭങ്ങളിൽ ആചാര്യൻ എടുത്തെടുത്ത് അനുസ്മരിക്കാറുണ്ട്. കാരണം അതിനൊരു ഉദാഹരണം എന്താ വെച്ചാൽ 78, 79 ദശകങ്ങളിലായിട്ട് രുക്മിണി സ്വയംവരം കഥയാണ് മേൽപ്പത്തൂര് നാരായണീയത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ രുക്മിണി സ്വയംവരം കഥയിൽ തന്നെ രുക്മിണി പ്രണയ കലഹം എന്ന ഒരു ഭാഗം കൂടി അദ്ദേഹം അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിവാഹം എന്ന ആ ഒരു ഭാഗം പറയുമ്പോൾ കലഹം എന്ന ഭാഗം അതിൽ ഉൾപ്പെടുത്തിയത് രണ്ടാന്തരായി പോയി. മാത്രമല്ല ഈ രുക്മിണി പ്രണയ കലഹം എന്ന ഭാഗം ഭഗവാന് വലിയ ഇഷ്ടമുള്ള ഭാഗമാണ്. അത്രയും ഇഷ്ടമുള്ള ഒരു ഭാഗം ഒരു ദശകമായിട്ട് വിശദീകരിക്കണം എന്നായിരുന്നു ഭഗവാന്റെ ഇച്ഛ അത്രേ. പക്ഷേ വലിയ ഒരു ആചാര്യൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത് ദിവസേന കേൾക്കാൻ ഇടയായ മേൽപ്പത്തൂരിന് അത് അദ്ദേഹത്തിന്റെ സ്വന്തമായിരിക്കട്ടെ എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് അത്രേ ഇവിടെ ഇത്രയും വിസ്തരിക്കാഞ്ഞത്. ആരാണ് ആ വലിയ ആചാര്യൻ എന്ന് ചോദിച്ചാൽ പൂന്താനമായിരുന്നു ആ വലിയ ആചാര്യൻ. പൂന്താനമാണ് അത്രേ രുക്മിണി പ്രണയകലഹം വളരെ ഭംഗിയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്ന് വിസ്തരിച്ച് പറയാറുള്ളത്. അത് പലതവണ കേട്ടിട്ടുള്ള മേൽപ്പത്തൂരിന് അത്രയൊന്നും ഭംഗിയായി വിശദീകരിക്കാൻ ഇദ്ദേഹം വിചാരിച്ചാൽ സാധ്യമല്ല എന്നൊരു തോന്നലുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒറ്റ ദശകത്തിൽ തന്നെ ചുരുക്കി വിവരിച്ചത് എന്ന് പറയാറുണ്ട്. അപ്പോൾ മനസ്സുകൊണ്ട് എന്നും പൂന്താനത്തിനെ വലിയൊരു ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന അല്ലെങ്കിൽ വലിയൊരു ഭക്തനായിട്ട് തന്നെ കണ്ടിരുന്ന മേൽപ്പത്തൂരിന് ഒരിക്കലും അദ്ദേഹത്തിനെ വിമർശിക്കാനോ കളിയാക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഭക്തരുടെ ഭാവനയാണ്. നമ്മുടെ മനസ്സിന്റെ ശുഷ്കത എന്ന് പറയില്ലേ, ആ മനസ്സിന്റെ ശുഷ്കമായ ചിന്താഗതിയിൽ നിന്ന് വന്നതാണ്. എന്തായാലും ഈ പത്മനാഭോ മരപ്രഭോ എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ശരിവെക്കാൻ, ഞാൻ മരങ്ങളുടെയും കൂടി ഈശ്വരനാണ് എന്ന് ശരിവെക്കുന്നതായിരുന്നു ഭഗവാന്റെ തീരുമാനം. അങ്ങനെയാണ് മരപ്രഭു ഉണ്ടായത്. ഈ മരപ്രഭുവിന് ഇതാണ് രൂപം എന്നുള്ളത് ഒരു ശില്പി, അതായത് ഇന്നത്തെ ഈ കാണുന്ന മരപ്രഭുവിനെ നിർമ്മിച്ച ശില്പിയുടെ മനസ്സിൽ തോന്നിയതാണ്. മരപ്രഭു, മരങ്ങളുടെയും പ്രഭുവായ ഭഗവാന്റെ രൂപം ഇങ്ങനെ ആയിരിക്കില്ലേ എന്ന്. ആ ശില്പിയുടെ ആ തോന്നലിനെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുവായൂര് അമ്പലത്തിന്റെ തെക്കേ നടയിൽ ഇന്ന് കാണുന്ന വലിയ മരപ്രഭുവിന്റെ ആ ഒരു രൂപം വരാൻ ഇടയായത്. ഞാൻ പണ്ട് മരപ്രഭുവിന്റെ മുമ്പിലായിരുന്നു ഡിവോട്ടീസിൽ ഉണ്ടായിരുന്നപ്പോൾ പല ഷൂട്ടിങ്ങും ചെയ്തിരുന്നത്. ആ ഷൂട്ട് ചെയ്യാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അനേകം പേര് വന്നിട്ട് ഈ മരപ്രഭുവിനെ കണ്ടിട്ട് ഇതെന്താണ് രൂപം, യക്ഷിയാണോ ഇതെന്താണോ ഭൂതമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നുമല്ല, ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്, മരങ്ങളുടെയും ഈശ്വരനാണ് അദ്ദേഹം എന്ന് കാണിക്കാനായിട്ട് മരങ്ങളുടെ പ്രഭുവായിട്ട് വന്ന ആ മരത്തിൻ്റെയും ഭഗവാന്റെയും രൂപം ചേർന്നതാണ് മരപ്രഭു. അപ്പൊ ഇനി വരുന്ന സമയത്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഒരു ചോദ്യത്തിന് ഞാൻ ഇത്രയും നീട്ടി വലിച്ച് പറഞ്ഞ കാരണം എനിക്കിനി അടുത്ത ചോദ്യങ്ങളൊന്നും എടുക്കാനുള്ള സമയമില്ല എന്നാ തോന്നണേ. അടുത്തതായിട്ട് ദീപാരാജ് എന്ന ഭക്തയാണ്. ഇത് ഞാൻ എടുത്തേ പറ്റൂ ഈ ചോദ്യം, കാരണം ഒരുപാട് മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അത് ഞാൻ വീണ്ടും കാണുകയാണ്. അന്നും ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരുന്നു, പക്ഷെ എനിക്ക് വീണ്ടും അത് മിസ്സായി പോയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. സോ ഐ എം വാച്ചിങ് യുവർ വീഡിയോസ് റെഗുലർലി and it's very useful. My daughter is scared of dogs. She's so scared that she is not able to go out of our house. 2 പ്രാവശ്യം, അതായത് നായയെ നല്ല പേടിയാണ് കുട്ടിക്ക്. 2 പ്രാവശ്യം കുട്ടി നായ പിന്നാലെ വന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് കോളേജിൽ പോകാൻ പോലും പേടിയാവുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതിന് എന്തെങ്കിലും ഒരു വഴിപാട് പറഞ്ഞു തരുമോ? നായ കുട്ടിയെ മാത്രം ചേസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു എന്നാണ്. ആദ്യമായിട്ട് അമ്മ നാരായണ കവച മന്ത്രം എല്ലാ ദിവസവും ചൊല്ലുക. കുട്ടിയുടെ ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ ഗുരുവായൂരപ്പൻ്റെ ഉണ്ടായിരിക്കാനായിട്ട് എന്തായാലും ചൊല്ലിക്കോളൂ. ഒപ്പം എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ കണ്ണടച്ച നാമം ചൊല്ലി ആദ്യം വരുന്ന വഴിപാട് എന്താണോ അത് ചെയ്യുക.
ആദ്യം മനസ്സിൽ എന്ത് വഴിപാടാണോ വരുന്നത് ആ വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്തോളൂ. ഒപ്പം ഈ കുട്ടിയെ നാരായണ കവച മന്ത്രം പഠിപ്പിച്ചോളൂ. നാരായണ കവച മന്ത്രം അമ്മയും ചൊല്ലിക്കോളൂ. ഈ രണ്ടും റെഗുലറായിട്ട് ചൊല്ലിക്കോളൂ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കുട്ടിക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല കേട്ടോ. ഉറച്ചു വിശ്വസിച്ച് നാമം ചൊല്ലിക്കോളൂ. ഉറപ്പായിട്ടും മാറിക്കിട്ടും. ഈ നായ വന്ന് ഉപദ്രവിക്കാൻ നോക്കുന്നത് മാറിക്കിട്ടു കേട്ടോ. ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യങ്ങളും അടുത്ത വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.